എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചാട്ട് ഐറ്റമാണ് പാനിപ്പൂരി. പൊതുവെ എല്ലാവർക്കും പാനിപ്പൂരി ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ടൈപ്പ് ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് സ്വീറ്റ് ടാമറിൻ ചട്നി, രണ്ടാമത്തത് സ്പൈസി ആയിട്ടുള്ളൊരു ചട്നി. ആദ്യം നമുക്ക് സ്വീറ്റ് ടാമറിൻ ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഇതിന് മീത്ത പാനി എന്നാണ് പറയുക, അതായത് മധുരമുള്ള ചട്നി. അപ്പോൾ നമുക്ക് സ്വീറ്റ് ചട്നിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ഡേറ്റ്സ് ആണ്, ഈന്തപ്പഴം, അതൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ പുളിവെള്ളം, ഉപ്പ്, മുളക് പൊടി, ചാട്ട് മസാല, പിന്നെ വേണ്ടത് ജീരകപ്പൊടി, പിന്നെ വേണ്ടത് ശർക്കര. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം പുളി പിഴിഞ്ഞ വെള്ളത്തിലേക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കണം. ഡേറ്റ്സും പുളിവെള്ളവും കൂടി നന്നായി തിളപ്പിക്കുക. ഡേറ്റ്സ് നന്നായിട്ട് വെന്ത് വരണം, അത് കുരു കളഞ്ഞതാണ്. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് വെള്ളം കുറവാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച ശേഷം നമുക്കൊന്നുകൂടി തിളപ്പിക്കാം. തിളച്ച ശേഷം നമ്മളതിലേക്ക് മധുരം, നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ 1 അച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ മധുരം, ഉപ്പ്, എരിവ് ഇതിനൊക്കെ നമുക്ക് കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല, കാരണം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികളാണ് ചേർക്കേണ്ടത്. അതൊന്നും കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല, കാരണം ഓരോരുത്തരും ഓരോ അളവിനാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്താൽ മതി. നമ്മൾ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് അളവുകൾ നോക്കണ്ട, നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ ഒരു ഇഷ്ടത്തിന് ചേർക്കാം. ബേക്കിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കറക്റ്റ് അളവ് നോക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൈയളവിൽ നോക്കിയിട്ടില്ല. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത്. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ചാട്ട് മസാലയാണ്, അതൊരു 1/2 സ്പൂൺ ചേർത്തു. പിന്നെ വേണ്ടത് ജീരകപ്പൊടിയാണ്, അതും അതേപോലെ സെയിം അളവിൽ ചേർത്തു. ഇത് നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരിച്ചെടുക്കുന്ന ടൈമിൽ അതിൻ്റെയൊക്കെ ഫ്ലേവർ കുറച്ച് കുറയും. അപ്പോൾ വീണ്ടും നമ്മൾ അരിച്ചെടുത്ത ശേഷം വീണ്ടും ഈ മസാലകളൊക്കെ ചേർക്കാം. അത് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ചെയ്യും. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, കാരണം ഇത് ചിലവർക്ക് നല്ല കട്ടിയായിട്ട് ഇരിക്കണമാവും ഇഷ്ടം, ചിലവർക്ക് വെള്ളമായിട്ട് ഇരിക്കണമായിരിക്കും ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കാം. തണുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അരിച്ചെടുക്കാം. നന്നായിട്ട് അതിൻ്റെ നീര് മൊത്തം അരിച്ചെടുക്കണം. അരിച്ചെടുത്ത ശേഷം നമുക്ക് വീണ്ടും വെള്ളം ചേർക്കാവുന്നതാണ്. എത്ര നിങ്ങൾക്ക് ആവശ്യമുണ്ടോ വെള്ളം അതിനനുസരിച്ച് വെള്ളം ചേർക്കാം. ഇനി നിങ്ങൾക്ക് കട്ടിയുള്ള ചട്നിയാണ് വേണ്ടത് വെച്ചാൽ നന്നായി കുറുക്കിയ ശേഷം അരിച്ചെടുത്താൽ മതി. ഇനി മസാലകൾ എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ അതൊക്കെ ഈ സമയത്ത് ചേർക്കാം. ചാട്ട് മസാല, ജീരകപ്പൊടി, മുളക് പൊടി, ഉപ്പ് എല്ലാം ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സ്വീറ്റ് ചട്നി റെഡിയായി. അടുത്തത് സ്പൈസി ചട്നിയാണ്. അതിന് ടീക്ക പാനി എന്നാണ് പറയുക. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം. ആദ്യം വേണ്ടത് മിൻറ്റ് ലീവ്സ്, അതായത് പുതിന, മല്ലിയില, ഇഞ്ചി, പച്ചമുളക്, അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച്, ഉപ്പ്, പുളിവെള്ളം, മുളക് പൊടി, ചാട്ട് മസാല, ജീരകപ്പൊടി. ഇനി സ്പൈസി ചട്നി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് പുതിനയിലയും മല്ലിയിലയും ഇഞ്ചിയും പച്ചമുളക് എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കണം. നമ്മളൊരു പാത്രത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുളിയിലേക്കാണ് നമ്മൾ അരച്ച സാധനങ്ങളെല്ലാം അരിച്ചെടുക്കുന്നത്. നമ്മളെല്ലാം നന്നായിട്ട് അരിച്ചെടുത്തു. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പുളിവെള്ളവും ഇപ്പോൾ അരച്ചെടുത്ത പേസ്റ്റും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, ആവശ്യമുള്ള മസാലപ്പൊടികളെല്ലാം ചേർക്കാം. ഉപ്പെല്ലാം നമ്മളുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്.
ഇതിലേക്ക് ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നല്ല എരിവുള്ള മുളകാണെങ്കിൽ മുളക് പൊടിയുടെ ആവശ്യമില്ല. നമ്മൾ ടാമറിൻ ചട്നിയിൽ ചെയ്ത അതേപോലെ തന്നെ ജീരകപ്പൊടി ചാട്ട് മസാലയാണ് ചേർക്കേണ്ടത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കും. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് ചേർക്കാം. അപ്പോൾ അങ്ങനെ നമ്മളുടെ സ്പൈസി ചട്നിയും റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ്, 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വേണ്ടത് മല്ലിയിലയാണ്, പിന്നെ പച്ചമുളക് അത് വട്ടത്തിൽ അരിയണം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിലേക്ക് മല്ലിയില, സവാള, പച്ചമുളക് ചേർക്കുക. ഇനി അതിലേക്ക് ഓരോ പൊടികളായിട്ട് ചേർക്കാം. ജീരകപ്പൊടി, പിന്നെ ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. അത് നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമ്മൾ ചേർക്കുന്നത് ചാട്ട് മസാലയാണ്. ചാട്ട് മസാലയും ചേർത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. ഉപ്പ് ചേർത്ത ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇതാണ് നമ്മളുടെ ഫില്ലിംഗ്. ഇനി വേണ്ടത് പൂരിയാണ്. അത് നമുക്ക് ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഞാനെപ്പോഴും ഇതാണ് ഉപയോഗിക്കാറ്. ഇനി വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് കാണിക്കാം. അതിനാദ്യം വേണ്ടത് റവയാണ്. റവ ഒരു 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇനി റവയിലേക്ക് മൈദയാണ് ചേർക്കേണ്ടത്. പക്ഷെ ഞാനിവിടെ ആട്ടയാണ് എടുത്തിരിക്കുന്നത്. മൈദയായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ ജസ്റ്റ് ആട്ട എടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആട്ടയിൽ ചെയ്യണമെന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മൈദയിൽ ചെയ്തോളൂ. അതാണ് ഞാൻ മൈദ എന്ന് എഴുതിയത്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അതൊരു പിഞ്ച് മതി. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറച്ചായി ഒഴിച്ചു കൊടുത്താൽ മതി. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കാം. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമ്മൾ കവർ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും ആ മാവ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിക്കണം. എന്നിട്ട് വീണ്ടും കുഴച്ച് നന്നായി സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. നന്നായി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് എടുക്കാം. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയ ശേഷം അതിൻ്റെ മുകളിൽ എണ്ണ ഇട്ട് കൊടുക്കാം. നമ്മൾ പരത്താൻ പൊടി ഉപയോഗിക്കില്ല. പൊടി ഉപയോഗിച്ചാൽ ശരിയാവില്ല. എണ്ണ തന്നെ ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് ചെറിയ ചെറിയ പൂരീസായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളുടെ പൂരി റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം പരത്തിയെടുക്കാം. പൂരി റെഡിയായ ശേഷം നമുക്കിനി ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ചൂടായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പൂരി ചെയ്യുന്നത്. 2 സൈഡും നന്നായിട്ട് മറിച്ചിട്ടിട്ട് പൂരിയാക്കിയിട്ട് എടുക്കാം. അങ്ങനെ പൂരി റെഡി ആയിട്ടുണ്ട്. ഞാൻ പൊതുവേ റെഡിമെയ്ഡ് വാങ്ങിയിട്ടാണ് ചെയ്യാറ്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇത് റെഡിമെയ്ഡാണ്. റെഡിമെയ്ഡാകുമ്പോൾ നമ്മൾ കടയിൽ കിട്ടുന്ന അതേ രൂപത്തിൽ കിട്ടും വറുത്തെടുക്കുമ്പോൾ. അങ്ങനെ നമ്മളുടെ പാനിപ്പൂരി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി 2 ചട്നീൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.